വീട്ടിൽ തന്നെ വട്ടായപ്പോ ഒന്ന് നാട് കാണാൻ ഇറങ്ങിയതാണ്. വരുന്ന വഴിക്ക് രണ്ട് പെൺകുട്ടികളെ കണ്ടു. ആൾമാർ പറഞ്ഞ വഴിയെ പോയി നമ്മൾ രണ്ട് കാട്ടിലും അകപ്പെടുകയും ചെയ്തു. ഇനി എങ്ങോട്ട് പോകണം ദൈവത്തിനറിയാം. കുറെ കാട്ടിക്കൂടെയൊക്കെ തുറപ്പം കിടന്ന് ബൈക്ക് ഓടിച്ച് അവസാനം എവിടേക്ക് എത്തി. അവസാനം തോടൊക്കെ ചാടിക്കിടന്ന് ചിറ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഫുള്ള് പച്ചപ്പും ഹരിതാവും. എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് പോത്തിന്റെ കുളിസീനൊക്കെ കണ്ട് കൊള്ളാം. പോത്ത് രണ്ട് ഇണക്കുതിരികളെ പോലെ, ഇണക്കുതിരല്ല ഇണപ്പോത്തിനെ പോലെ രണ്ടും നിപ്പോണ്ട്. നമുക്ക് ആ പെണ്ണില്ല, അവരെങ്കിലും ആഘോഷിക്കട്ടെ. അങ്ങനെ അവരെ പുള്ളിയെ കണ്ട് നമ്മൾ ഏറെ പോയത് കോട്ടയക്കുന്നിലോട്ട്. കോട്ടയക്കുന്നിൽ പോകുമ്പോ എപ്പോഴത്തേക്ക് അവിടെയും വഴിയില്ല, അവിടെയും കാട്. പിന്നെ വീണ്ടും കാടൊക്കെ വെട്ടി തെളിച്ച് നമ്മൾ അങ്ങോട്ട് യാത്രയായി. എന്തിനു വന്നാലും നമ്മളൊന്ന് കോട്ടയക്കുന്നിൽ പോയിട്ടേ തിരിച്ചു പോകണമെന്നാണ് തുറപ്പം പറയുന്നത്. പിന്നെ അലീന അഡ്വഞ്ചർ ഡ്രൈവിംഗ് ഒരു ശീലമാണ്, കുഴപ്പമില്ല. എന്തായാലും കാട്ടിക്കൂടെയൊക്കെ പോകുന്നുണ്ട്. ഇത് പോയി എവിടെ എത്തുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും കുറെ നേരം മുള്ളും കാടൊക്കെ കടന്ന് നമ്മൾ അപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് തന്നെ ഇപ്പോഴും വലിയ പ്രത്യേകതയൊന്നുമില്ല, കുറെ വെള്ളവും മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യം പോരാ പക്ഷികളുണ്ടാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷി വരുന്ന എവിടെ എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയത്തില്ലെങ്കിലും നമ്മളെ നാട് സൂപ്പറാണ്. അല്ല കുറെ നേരം ഇവിടെ വെള്ളത്തിൽ കല്ലെറിഞ്ഞിരുന്നിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് തന്നെ പോയി. അയ്യോ, നമ്മളെ സ്ഥലത്തിന്റെ പേര് പറയാൻ മറന്നുപോയി. ഇതാണ് നമ്മളെ പോണച്ചിറ. അതൊക്കെ മാർക്ക് അറിയത്തില്ലെങ്കിൽ സംഭവം സൂപ്പറാണ്.